നമ്മുടെ ഈ വൈറസിന്റെ ട്രാൻസ്മിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം കോണ്ടാക്ട് വഴിയും ഡ്രോപ്ലെറ്റ് വഴിയുമാണ്. അത് കൂടാതെ സ്മോൾ പാർട്ടിക്കിൾ എയർബോൺ ട്രാൻസ്മിഷനും ഉണ്ട് നമുക്ക്. അതായത് എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ വരുന്ന സ്മോൾ പാർട്ടിക്കിൾ എയർബോൺ ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ റെഡ്യൂസ് പേഷ്യന്റ് ലോഡ്. ടെലിമെഡിസിൻ വഴി നമുക്ക് പേഷ്യൻസുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ശരിക്കുമുള്ള പേഷ്യന്റ് ലോഡ് കുറയ്ക്കുക. നമ്മുടെ ട്രയാജ് സ്ട്രെങ്തൻ ചെയ്യുക. Two-way entrance for both categories. അതായത് ഫ്ലോ ചാർട്ട്. ദിസ് ഇസ് എ ഫ്ലോ ചാർട്ട് ഷോയിങ് ഹൗ നമ്മൾ എങ്ങനെയാണ് ഇനി ഒരു വേ തയ്യാറാക്കേണ്ടത് നമ്മൾ കോവിഡ് സസ്പെക്റ്റും കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ there should be an special entry for the COVID suspects. ഒരു പേഷ്യന്റ് ഒരു ബൈസ്റ്റാൻഡറുമായിട്ട് വരുന്നു. നേരെ വരുമ്പോൾ the first thing we have to ensure is they are getting inside after washing their hands. സോപ്പ് ആൻഡ് വാട്ടറും ഒരു വാഷ് ഏരിയ അവിടെ ചെയ്യുക. അവിടെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ തന്നെ കംപ്ലീറ്റ് സൈനേജസ് വെക്കുക. IEC സ്ട്രെങ്തൻ ചെയ്യുക. ഇത് നേരെ ചെല്ലുന്നത് നമ്മുടെ ഹെൽപ്പ് ഡെസ്കിലായിരിക്കും. ഈ കോവിഡ് OP-ലോട്ട് പോകണം എന്നറിയാന്നുള്ളത്, അതായത് കോവിഡ് സസ്പെക്ട്സ് ആണെങ്കിൽ they must directly go to COVID OP without mingling another area. നമ്മൾ അതായത് ജനറൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആയിട്ട് നോൺ കോവിഡ് സെറ്റപ്പിലോട്ട് വരുന്ന ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ അവർ നേരെ കോവിഡ് OP-ലോട്ട് പോകണം. സിംഗിൾ ഡെഡിക്കേറ്റഡ് വേ കോവിഡ് OP-ക്ക് വേണം. ആംബുലൻസിൽ സസ്പെക്ട് ചെയ്യുന്ന വരുന്ന പേഷ്യന്റും നേരെ കോവിഡ് OP-യിൽ തന്നെ വരണം. ഇനി ഹെൽപ്പ് ഡെസ്കിൽ വന്നിട്ട് ഇൻ ഹെൽപ്പ് ഡെസ്ക് there must be a hand sanitizer. മാസ്ക് ഇല്ലാത്ത ആൾക്ക് മാസ്ക് കൊടുക്കണം. എൻക്വയറി, there should be a flash thermometer and there must be an enquiry whether they are coming from a കണ്ടെയ്ൻമെന്റ് സോൺ. അവർ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നാണോ വരുന്നത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവർ കോവിഡ് സസ്പെക്ട് ആണോ എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. കോവിഡ് സസ്പെക്ട് ആണെങ്കിൽ അവരെ കോവിഡ് OP-ലോട്ട് വിടുക. കോവിഡ് സസ്പെക്ട് അല്ല എന്നുണ്ടെങ്കിൽ അവരെ ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി OP-ലോട്ട് വിടുക. So in COVID outpatient department, general guidelines ആണ്, general outview ആണ്. കോവിഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എന്തൊക്കെ സെറ്റപ്പ് വേണം? there must be a help desk, ഒരു OP കൗണ്ടർ വേണം, ഒരു ഹെൽപ്പ് ഡെസ്ക് വേണം. പേഷ്യന്റ് ഒരു ഫ്ലോ ഓഫ് പേഷ്യന്റ് മസ്റ്റ് ബി യൂണിഡയറക്ഷണൽ. ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഒരു പേഷ്യന്റ് വരുന്നു, അവര് നമ്മൾ വെയിറ്റ് ചെയ്യിക്കുന്നു. അവർക്ക് ഒരു നമ്മൾ ഈ OP ചീട്ടൊന്നും അവരുടെ കയ്യിൽ കൊടുക്കണമെന്നില്ല. OP ടിക്കറ്റ്, അതായത് ഫോമൈറ്റ്സ്, കോണ്ടാക്ട് പ്രിക്വേഷനും ഡ്രോപ്ലെറ്റ് പ്രിക്വേഷനും കരുതി ദയവ് ചെയ്ത് യൂസ് ലെസ് നമ്പർ ഓഫ് ഫോമൈറ്റ്സ് അധികം യൂസ് ചെയ്യേണ്ട. അതുകൊണ്ട് OP ടിക്കറ്റ് കൗണ്ടറിലും ഹെൽപ്പ് ഡെസ്കിലും ഒന്ന് പറ്റുമെങ്കിൽ e-health വഴി അവസാനം, അതായത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് പേപ്പർ അവസാനം ഈ വെയിറ്റിംഗ് ഏരിയയിൽ ചെല്ലുമ്പോൾ മാത്രം അവരുടെ കയ്യിൽ കൊടുക്കത്തക്ക രീതിയിൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിനെയോ ഒരു ഹെൽപ്പറിനെയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് ആ പേപ്പർ, അതായത് അവരുടെ കാര്യങ്ങളെല്ലാം എഴുതി ആ പേപ്പർ നമ്മുടെ ഡോക്ടേഴ്സ് റൂമിൽ എത്തിക്കുക. അല്ലാതെ പേഷ്യൻസിന്റെ കയ്യിൽ തന്നെ പേപ്പർ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പേഷ്യന്റ് ഷുഡ് ബി ഇൻ ദ വെയിറ്റിംഗ് ഏരിയ and there must be a donning area before the examination room for donning of നമ്മുടെ ഡോണിങ്, നമുക്ക് PPE കിറ്റ് ഇടാനായിട്ട് ഒരു ഡോണിങ് ഏരിയ വേണം. ദിസ് ഇസ് എക്സാമിനേഷൻ റൂം 1, ദിസ് ഇസ് എക്സാമിനേഷൻ റൂം 2. ഒരുപാട് പേഷ്യൻസ് വരുന്നെങ്കിൽ വി ക്യാൻ ഹാവ് 2 എക്സാമിനേഷൻ റൂംസ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്വാബ് കളക്ഷൻ ഏരിയ, അതായത് എക്സാമിനേഷൻ ചെയ്യുമ്പോഴാണ് പേഷ്യന്റ് സ്വാബ് കളക്ട് ചെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞൊരു സ്വാബ് കളക്ഷൻ ഏരിയ. ആൻഡ് ഇഫ് ദ പേഴ്സൺ ഈസ് ഹാവിംഗ് എനി പ്രോബ്ലം ആൻഡ് ദേ നീഡ് IP ആക്കണം എന്നുണ്ടെങ്കിൽ അനദർ വേ ഫോർ IP ഫ്രം ദ സ്വാബ് കളക്ഷൻ ഏരിയ. ഇത് കഴിഞ്ഞ് സ്വാബ് കളക്ഷൻ ഏരിയ കഴിഞ്ഞിട്ട് there must be a nurse station, observation room, counselors room, pharmacy and a travel desk or waiting area. ഇനി there must be a doffing area. ഈ doctors should be entering, doctors ഇതുവഴി ആവരുത് entrance. There must be another entry for doctors. ഈ ഡോഫിംഗ് ഏരിയയിൽ ഡോഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഡോക്ടേഴ്സ് വേറൊരു വഴി കൂടെ തന്നെ ആയിരിക്കണം തിരിച്ചു പോവേണ്ടത്. the exit after duty of healthcare workers. അപ്പൊ ഇതൊരു ഫ്ലോ ചാർട്ട് ആണ്. അതായത് നമുക്കൊരു മിക്സിംഗ് അപ്പ് ഓഫ് പേഴ്സൺസ് വേണ്ട. പിന്നെ ഈ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാം ഇനി കുറച്ച് കഴിയുമ്പോൾ പറയും, ഹൈ ടച്ച് ഏരിയാസ് എല്ലാം
ഇവിടെ പേഷ്യന്റ് ഇരിക്കുന്ന ചെയർ ഉൾപ്പെടെ ഇഫ് എ പേഷ്യന്റ് സിക്സ് ഹിയർ അത് കഴിഞ്ഞിട്ട് എണീച്ച് കഴിയുമ്പോൾ അവിടെ നമ്മൾ ആ സമയത്ത് തന്നെ ക്ലീൻ ചെയ്യും എന്നുള്ളത് ഉറപ്പുവരുത്തുക. 1% ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യും. നമ്മൾ ഈ വേ മുഴുവൻ നമ്മൾ 2 hourly ക്ലീൻ ചെയ്യും. ഹൈ ടച്ച് ഏരിയാസ് എല്ലാം, അതായത് നമ്മുടെ സ്വിച്ച് ബോർഡ് ഉൾപ്പെടെയുള്ള ഹൈ ടച്ച് ഏരിയാസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. ഡോർ ഹാൻഡിൽസ് and after each swab collection swab collection room നമ്മൾ ക്ലീൻ ചെയ്യണം. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഏരിയാസിൽ വേണ്ടതെന്നുള്ളത് in donning area there must be a chair or stool, there must be a hand rub or hand washing facility, there must be articles, micropore, checklist for donning, yellow bucket with cover and lid, mirror. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡോണിങ് ഏരിയയിൽ വേണം. ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം. അപ്പൊ ഇതാണ് ഒരു ജനറൽ ഔട്ട്ലുക്ക്, എങ്ങനെ നമ്മുടെ OP ഇരിക്കണം, ഒരു കൊറോണ OP. അത് കഴിഞ്ഞ് കൊറോണ ഇൻപേഷ്യന്റ് ഫെസിലിറ്റി, there must be a doctor's room, ഒരു നഴ്സസ് റൂം വേണം, പ്രൊസീജിയർ റൂം വേണം, റൂം ഫോർ കീപ്പിംഗ് പോർട്ടബിൾ എക്സ്റേ ആൻഡ് USG. ഐഡിയലി നമ്മൾ പിന്നെ പേഷ്യന്റിനെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എക്സ്റേ USG എടുക്കാനായിട്ട് പോകണ്ട, പോർട്ടബിൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഐസൊലേഷൻ റൂം വിത്ത് വാഷ്റൂം, ഡോണിങ് ഏരിയ, ഡോഫിംഗ് ഏരിയ, ഇത്രയും കാര്യങ്ങൾ നമ്മളെ IP ഫെസിലിറ്റിയിൽ വേണം. ഇനി നമ്മൾ പെർസെ വാട്ട് ഇസ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും വെൽ വേഴ്സ്ഡ് ആണ്. ഒരു ഹോസ്പിറ്റലിന്റെ ഇൻഫെക്ഷൻ കൺട്രോൾ കംപ്ലീറ്റ് കയ്യിലിരിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആൻഡ് നഴ്സിംഗ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് അവരുടെ കയ്യിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം they are the ones keeping eye on the infection control. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസിലും വേണം. ensure regular meetings are conducted, rounds should be there, rounds ഇൻഫെക്ഷൻ കൺട്രോൾ റൗണ്ട്സ് എടുത്തിരിക്കണം. എന്തൊക്കെയാണ് അവിടെ പോരായ്മകളെന്ന് എല്ലാ ദിവസവും ചാർട്ട് ചെയ്തിരിക്കണം. ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. കോണ്ടാക്ട് പ്രിക്കോഷനും, അതായത് കോണ്ടാക്റ്റിലും ഡ്രോപ്ലെറ്റും വഴിയാണ് നമ്മുടെ പിന്നെ നമ്മുടെ കൊറോണ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ കമ്പണൻസ് hand hygiene, personal protective equipments, sterilization, disinfection, care of sharp and needle, post exposure prophylaxis, biomedical waste management, education of healthcare personnel, follow safe injection practices, respiratory hygiene. ഇതിൽ ഏറ്റവും the most important 4 factors are: one is hand hygiene, next is adequate PPE, third is cleaning and disinfection, and the next one is respiratory hygiene and cough etiquette. നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ എന്താണ് PPE കൊണ്ട് ഉദ്ദേശിക്കുന്നത്? So we have full PPE, we have N95 respirator and gloves, and then we have ട്രിപ്പിൾ ലെയർ മാസ്ക്. ഇതെല്ലാം നമുക്കുണ്ട്. അപ്പൊ കംപ്ലീറ്റ് PPE നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? All corona ICUs are critical care areas where aerosol generating procedures are done. Those who all attend severely ill patient in corona care wards during death care while performing autopsy, sample collection area. ഇത്രേ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ട്രയാജ് ഏരിയയിലും നമ്മളെ ഡോക്ടേഴ്സ് ചേംബറിലും ഏറ്റവും അടുത്ത് ഇടപഴകുമ്പോൾ, അതായത് ഒരു വാർഡ് ഡ്യൂട്ടി എടുക്കുമ്പോഴും പേഷ്യന്റുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇടപെടുമ്പോൾ we can use complete PPE. And നമ്മൾ നേരത്തെ പറഞ്ഞ ഡോണിങ് ഏരിയയിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. there must be one chair, there must be a hand rub or hand washing facility, articles നമ്മളെ PPE കിറ്റ് എല്ലാം വേണം, മൈക്രോപോർ or adhesive tape വേണം, checklist for donning വേണം, yellow bucket with cover and lid വേണം, mirror വേണം. ഇനി steps of donning. We must hand rub before each step. First we have to keep head cap, അത് കഴിഞ്ഞ് hand rub ചെയ്യണം, shoe cover, inner gloves, N95 mask, gown, goggles, face shield and outer gloves. In between we have to put the hand rub. ഇനി എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്? We have to hydrate well, eat well before donning, use washroom if needed before donning, hair should be tied up well, spectacles should be tied well before donning, avoid personal things. നമുക്ക് നമ്മുടെ jewelry, wedding ring ഒന്നും വേണ്ട. Adjust PPE before going to the patient side. Range of motion to be checked prior and do show yourself to a buddy before moving to the patient side. അതായത് പേഷ്യന്റ് അടുത്ത് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ഉള്ള ആളോട് ചോദിക്കാം നമ്മൾ കറക്റ്റ്ലി ആണോ ഇട്ടേക്കുന്നത്.
നമ്മുടെ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആണോ, PPE ഇട്ടത് കറക്റ്റ് ആണോ. PPE ഇട്ട് കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് ടച്ച് എനിവെയർ. നമ്മൾ നമ്മുടെ പേഷ്യന്റ് കെയർ എൻവയോൺമെന്റിൽ ഒരുപാട് ടച്ച് ചെയ്യരുത്. മിനിമൽ ടച്ചിങ് ആൻഡ് അതർ പ്ലേസസ്. ഇനി നമ്മൾ ഡോഫിംഗ് ഏരിയയിൽ PPEയിൽ അടുത്ത മേജർ, ഇനി നമുക്ക് ഏറ്റവും പ്രൈം ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വൺ ഇസ് ഡോഫിംഗ് ഏരിയ, നെക്സ്റ്റ് സാമ്പിൾ കളക്ഷൻ, പേഷ്യന്റ് കിടക്കുന്ന ഏരിയ, അതായത് പേഷ്യന്റുമായിട്ട് ഏറ്റവും കൂടുതൽ സമ്പർക്കമുള്ള ഏരിയ. ഈ 3 ഏരിയാസ് ആണ് നമ്മൾ കൂടുതൽ കീപ്പ് ചെയ്യേണ്ടത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡോഫിംഗ് ഏരിയ. ഡോഫിംഗ് ഏരിയയിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്, നമുക്ക് 2 chairs or stool, 1 dirty chair and 1 clean chair, hand rub or hand washing facility, extra gloves, checklist for doffing, yellow bucket with cover and lid. So നമുക്ക് എന്തുകൊണ്ടാണ് 2 chair or stool വേണ്ടതെന്ന് വെച്ചാൽ, one is called as dirty chair and other is called as clean chair. Dirty chairലാണ് നമ്മൾ ഗൗൺ ഇട്ട് കഴിഞ്ഞ്, നമുക്ക് ആദ്യം PPE കിറ്റ് ഇട്ട് നമ്മൾ അയക്കാൻ നേരത്തെ നമ്മൾ ഗൗൺ ഇട്ടുകൊണ്ടിരിക്കേണ്ടത് ഡേർട്ടി ചെയറിലാണ്. ആ ഡേർട്ടി ചെയറിൽ ഇരുന്ന് നമ്മൾ ഷൂ കവർ എന്തൊക്കെയാണ് നമ്മൾ ഡോഫിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഔട്ടർ ഗ്ലൗസ്. അപ്പൊ നമ്മൾ ഔട്ടർ ഗ്ലൗസ് ഊരി, ഫേസ് ഷീൽഡ് ഊരി, ഗോഗിൾസ് ഊരി, ഗൗൺ ഊരി. ഈ ഗൗൺ ഊരുന്നത് വരെയാണ് നമ്മൾ ഡേർട്ടി ചെയറിൽ ഇരിക്കേണ്ടത്. സോ ഇൻ ഡേർട്ടി ചെയർ വി സിറ്റ് അപ് ടു വി റിമൂവ് അവർ ഗൗൺ. ഗൗൺ ഊരി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലീൻ ചെയറിലോട്ട് പോകണം. ക്ലീൻ ചെയറിൽ ഇരുന്നാണ് നമ്മൾ ഷൂ കവർ, ഇന്നർ ഗ്ലൗസ്, N95 മാസ്ക് ആൻഡ് ഹെഡ് ക്യാപ്പ് ഊരുന്നത്. ഇനി ഈ N95 മാസ്കും ഹെഡ് ക്യാപ്പും നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത്, ഡോഫിംഗ് റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് ഊരിയാൽ മതി. ആൻഡ് എൻഷുവർ there is another mask kept in the doffing area. ഡോഫിംഗ് റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങുന്ന വഴിക്ക് നമ്മൾ ഒരു N95 മാസ്ക് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ആ റൂം ഇറങ്ങി പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ അടുത്ത ഡബിൾ യെല്ലോ കവറിനകത്ത് നമ്മൾ N95 മാസ്കും ഹെഡ് ക്യാപ്പ് ഊരി വെച്ചിട്ട് നമ്മുടെ അടുത്ത N95 മാസ്ക് ധരിക്കുക. ഇനി ഇതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, യു ആർ ഡൂയിങ് ദ ഹാൻഡ് റബ്, അതായത് ഹാൻഡ് വാഷിംഗ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് സാനിറ്റൈസർ വെച്ചുള്ള ഹാൻഡ് റബ് വിത്ത് ഓൾ ദ സ്റ്റെപ്സ്. ആ സ്റ്റെപ്പ് നമ്മൾ എല്ലാ ഡോഫിംഗ് സ്റ്റെപ്പിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. കാരണം this is the area from which we can get infection. നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ പറ്റുന്ന ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ് ഡോഫിംഗ് ഏരിയ. ഇനി വേറൊരു കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഡു നോട്ട് ഓവർഫിൽ ദ ഡബിൾ യെല്ലോ ബാഗ്. ഒരു കാരണവശാലും നമ്മളെ ഡബിൾ യെല്ലോ ബാഗ് ഓവർ ക്രൗഡ് ചെയ്യരുത്. ഒരൊറ്റ ആള് ഡോഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ യെല്ലോ കവർ അങ്ങ് പൂട്ടിക്കെട്ടുക. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെ ക്ലീനിങ് നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ആൾക്കാര് ഷുഡ് ബി ഇൻ ഫുൾ PPE. കാരണം വി ആർ ദ വൺസ് ഗൈഡിങ് ദം. വി ഷുഡ്, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറയാ, ദേ ഷുഡ് വെയർ ഫുൾ PPE. ആൻഡ് ആഫ്റ്റർ ഈച്ച് ഡോഫിംഗ്, ഓരോ ആൾക്കാരും ഡോഫ് ചെയ്ത് കഴിഞ്ഞ് എൻഷുർ ദ ഡോഫിംഗ് ഏരിയ ഇസ് ക്ലീൻഡ് വിത്ത് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. എവിടെയെല്ലാം? ദ ഡേർട്ടി ചെയർ, ദ ക്ലീൻ ചെയർ ആസ് വെൽ ആസ് ഓൾ ദ ഏരിയ. ആ റൂം മൊത്തം നമ്മൾ പക്കയായിട്ട് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഇസ് ദ ബെസ്റ്റ് തിങ് which will get rid of the virus. കൊറോണ വൈറസിന് മാത്രമല്ല, മെജോറിറ്റി ഓഫ് ദ വൈറസസ് ഗെറ്റ് റിഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ആണ് നമ്മുടെ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. അപ്പോ we should ensure we are using 1% hypochlorite solution എല്ലാ സ്ഥലത്തും, ഹൈ ടച്ച് ഏരിയാസും നമ്മളെ സ്വാബ് കളക്ഷൻ ഏരിയയും ഡോഫിംഗ് ഏരിയയും. ഇനി ഒരു കാര്യം കൂടെ ഈ സമയത്ത് പറയാം, നമ്മള് സ്വാബ് കളക്ഷൻ ഏരിയയിൽ വി ഡോണ്ട് നീഡ് സോ മച്ച് ഓഫ്, ഈ സ്ഥലങ്ങളിലൊന്നും നമുക്ക് അപ്ഹോൾസറി വർക്കുള്ള ഒരു സാധനങ്ങളും വേണ്ട. വി നീഡ് ഓൺലി പ്ലെയിൻ ചെയർസ്, പ്ലെയിൻ സ്റ്റൂൾസ്, വി നീഡ് ഓൺലി ഈസിലി ക്ലീനബിൾ ഐറ്റംസ്. പെട്ടെന്ന് തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രം മതി നമ്മുടെ കോവിഡ് ഏരിയയിൽ. വേറെ അപ്ഹോൾസറി വർക്കുള്ളതോ ഫോമേറ്റ് വരെ ട്രാൻസ്മിഷൻ ചെയ്യപ്പെടുന്നതോ ആയ ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട. So in that area we have to ensure we are cleaning, we are wet mopping with 1% hypochlorite solution. അതുകൂടെ നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പൊ ഇതാണ് നമ്മൾ ഡോഫിംഗ് ഏരിയയിലും ഡോണിംഗ് ഏരിയയിലും വേണ്ട സാധനങ്ങൾ. അതായത് ഡോഫിംഗ് ഏരിയയിൽ നമുക്ക് 2 chairs or stools, 1 dirty chair, 1 clean chair. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
Then we need a hand rub or hand washing facility. ഒരു hand washing facility ഒതുക്കണ്ട. In every doffing area, kindly ensure we have a bath area. നമ്മള് bath area കൂടെ ഉണ്ടെങ്കിൽ it's well and good. നമുക്ക് കുളിച്ചിറങ്ങി പോവാം. ഇനി we need an extra gloves. We need a checklist for doffing. We need yellow bucket with cover and lid. അപ്പൊ ഈ yellow bucket with cover and lid ന്റെ കാര്യവും പറഞ്ഞ് we don't need overcrowding. അതായത് ഈ yellow bucket ൽ ഒറ്റ തവണ PP ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കെട്ടി മാറ്റുക. ഇനി അടുത്ത രണ്ട് മൂന്ന് പേരും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഓവർ ഫില്ലിംഗ് ഒന്നും നമുക്ക് ചെയ്യണ്ട. പിന്നെ നമ്മൾ ഡോഫിംഗ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യൽ പ്രിക്കോഷൻസ്, ഡു നോട്ട് മേക്ക് എ ഹറി ടു ഡോഫ്. ഡോഫ് ചെയ്യുമ്പോൾ വളരെ സാവധാനം ഡോഫ് ചെയ്താൽ മതി. സിറ്റ് ഇൻ ഡർട്ടി ചെയർ ഇഫ് നീഡഡ് ബിഫോർ ഡോഫിംഗ്. If you are not feeling well, call a buddy or assistant to help in doffing. നിങ്ങൾക്ക് ഊരാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു, പെട്ടെന്ന് തന്നെ ഒരു അടുത്ത നമ്മളെ കൂടെ ഉള്ള നമ്മുടെ സഹപ്രവർത്തകയെ അല്ലെങ്കിൽ സഹപ്രവർത്തകനെ നമുക്ക് വിളിക്കാം. The buddy must be in full PPE. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവരും ഫുൾ PPE തന്നെ ആയിരിക്കണം. ഹാൻഡ് റബ് should be used. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാൻഡ് റബ് should be used in between each step of doffing. ഓരോ സ്റ്റെപ്പിന്റെ ഇടയിൽ നമ്മൾ ഹാൻഡ് റബ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. Do fold the gown inside out. Inside out എന്ന് പറഞ്ഞാൽ നമ്മൾ ഊരുമ്പോഴത്തേക്കും നമ്മൾ പുറമേ ഉള്ള ഭാഗം അകത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്യുക. അതായത് നമ്മുടെ പുറമേ ഉള്ള ഭാഗത്താണ് സെക്രീഷൻസ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത. ആ സെക്രീഷൻസ് ഒരു കാരണവശാലും പുറത്താവരുത്, അത് അകത്തോട്ട് തന്നെ ഇരിക്കണം. So do fold the gown inside out while removing and put it in a yellow bucket itself. Sit in a clean chair to remove the shoe cover. അപ്പൊ ഷൂ കവർ തൊട്ട് അങ്ങോട്ട് നമുക്ക് ക്ലീൻ ചെയറിൽ ഇരുന്ന് റിമൂവ് ചെയ്യാം. N95 respirators to be removed outside the doffing room in a separate bucket closed. നേരത്തെ പറഞ്ഞതുപോലെ N95 റെസ്പിറേറ്റർ നമ്മൾ പുറത്ത്, കാരണം ഡോഫിംഗ് ഏരിയയിലും ഇതുപോലെ നമ്മൾ ഡ്രോപ്ലെറ്റ് കാണാം. അതുകൊണ്ട് N95 റെസ്പിറേറ്റർ ടു ബി റിമൂവ്ഡ് ഔട്ട്സൈഡ് ദ ഡോഫിംഗ് റൂം ഇൻ എ സെപ്പറേറ്റ് ബക്കറ്റ് വിത്ത് ക്ലോസ്ഡ് വിത്ത് എ ലിഡ്. അവിടെ അപ്പൊ നമ്മൾ there should be an extra cap, extra N95 respirator which is kept outside. തിരിച്ചു പോകുമ്പോൾ വെച്ചോണ്ട് പോവാൻ. An extra bucket is placed for keeping the cap. The removed PPE must not lie on the floor. അപ്പോൾ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് നമ്മുടെ ഇവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കോവിഡ് കിട്ടിയിരിക്കുന്നത് മെജോറിറ്റി കേസസും ഇറ്റ്സ് നോട്ട് ഫ്രം കോവിഡ് area, it's also we got from other areas. നോൺ കോവിഡ് സെറ്റപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ കോവിഡ് സെറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡോഫിംഗ് ഏരിയയും നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ടോട്ടലി എന്താണ് ഫ്രീ ഫ്രം, നമുക്ക് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കിട്ടിയില്ലെങ്കിൽ വി ആർ ഫ്രീ ആൻഡ് ടേക്ക് എ ബാത്ത് ആഫ്റ്റർ റിമൂവൽ ഓഫ് PPE. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, it is through contact precaution. So നമ്മൾ നേരത്തെ ഹാൻഡ് ഹൈജീന്റെ കാര്യം പറഞ്ഞതുപോലെ each and every corner of our hospitals there must be hand hygiene, sanitizer available, there must be soap and water available. പിന്നെ നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസിലുള്ളിൽ മിക്ക ഹോസ്പിറ്റൽസിലും അങ്ങനെയാണ് 1 meter social distancing must be kept. Social distancing ഉറപ്പായിട്ടും വേണം. And the mask must be everyone must wear mask. And another thing is sitting arrangement. Majority hospitals നടുക്കത്തെ ചെയറിൽ ഇരിക്കാറില്ല. അപ്പൊ അത് തന്നെ ഫോളോ ചെയ്യുക. ഫോളോ ദ സോഷ്യൽ ഡിസ്റ്റൻസിങ്. So cleaning and disinfection, we use 1% hypochlorite solution. നമുക്ക് എല്ലാവർക്കും അറിയാം 3 bucket system. And high touch areas should be done more often. After each patient use ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഏരിയ must be cleaned. ചെയർ ആവാം, അവർ യൂസ് ചെയ്ത ചെയർ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത സ്വാബ് കളക്ഷൻ ഏരിയ, നേരത്തെ പറഞ്ഞതുപോലെ സ്വാബ് കളക്ഷൻ ഏരിയ മസ്റ്റ് ബി ക്ലീൻ. ഒരു 2 meter ഡിസ്റ്റൻസ്, സ്വാബ് കളക്ട് ചെയ്യുന്ന 2 meter ഡിസ്റ്റൻസിൽ അവിടെ ക്ലീൻ ചെയ്തിരിക്കണം. അവരിരുന്ന് ചെയർ ഉൾപ്പെടെ ക്ലീൻ ചെയ്തിരിക്കണം ബിറ്റ്വീൻ ഈച്ച് സ്വാബ് കളക്ഷൻ. അത് കഴിഞ്ഞ് റൂമും ക്ലീൻ ചെയ്യണം. ഇനി ഫ്യൂമിഗേഷൻ. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്യൂമിഗേഷൻ? പണ്ട് നമ്മൾ ഫോമാൽഡിഹൈഡ് വെച്ചാണ് ഫ്യൂമിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആരും നമ്മൾ ഫ്യൂമിഗേഷൻ പറയുന്നില്ല.
Formaldehyde is a carcinogen. Now we are not using formaldehyde at all. Now we are using silvicide and all. Silvicide is a preparation of silver nitrate and H2O2, that is hydrogen peroxide. അപ്പൊ ഇപ്പോഴത്തെ ഗുണം എന്ന് വെച്ചാൽ ഫോമാൽഡിഹൈഡ് നമ്മൾ ഒരു 24 hours നമ്മൾ റൂം ലോക്ക് ചെയ്തിടണമായിരുന്നു. ഇപ്പോ ഫ്യൂമിഗേഷൻ സിൽവിസൈഡ് യൂസ് ചെയ്യുമ്പോൾ വി ക്യാൻ റെഡ്യൂസ് ദ ടൈം പീരീഡ് ഒരു 3 to 5 hours കൊണ്ട് തന്നെ നമുക്കൊരു ഓവർനൈറ്റ് മാത്രം മതി. 3 to 5 hours അവർ പറഞ്ഞാൽ നമുക്കൊരു ഓവർനൈറ്റ് രീതിയിൽ നമ്മൾ ഫ്യൂമിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് തുറക്കാം. അപ്പൊ എവിടെ നമുക്ക് ഫ്യൂമിഗേഷൻ വേണം? ഐഡിയലി any aerosol generating procedure. So where there is aerosol generating procedure, ഒരു ICU aerosol generating procedure വരാം, ഒരു OT operation theater aerosol generating procedure വരാം. ആ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഒരു കോവിഡ് സസ്പെക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ we should fumigate. ഇനി രണ്ട്, നമ്മൾ പേഷ്യന്റ് ഐസൊലേഷൻ റൂമിൽ കിടക്കുന്ന പേഷ്യന്റ് ആണ്, നമുക്ക് well and good if we fumigate, because in our setup everyone say there is no need, but nammade setup il if we do fumigation, well and good. So all cleaning staff should wear adequate PPE. Where ee cleaning staff idanam nu parayan karanam ee droplet veenalum ee contact aanengilum they are more prone. So kindly make ensure ningalana adile ettom ensure cheyan pattiya aalkar, we all should be pakka strict on adequate PPE and cleaning. നിങ്ങൾ ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള നിങ്ങൾ ആവരുത് അടുത്ത ദിവസം. നിങ്ങളുടെ സ്ട്രിക്ട്നെസ് പോലെ ഇരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹോസ്പിറ്റൽ. സോ ബി സ്ട്രിക്ട്, ബി പക്ക. എങ്ങനെ നിങ്ങളുടെ ആശുപത്രി ഇരിക്കണം, എങ്ങനെ നിങ്ങൾ PPE ഇടണം, എങ്ങനെ നിങ്ങൾ തുടയ്ക്കണം, എങ്ങനെ നിങ്ങൾ വൈറസിനെ നമ്മുടെ ആശുപത്രിയിൽ വേണ്ടാന്ന് വിചാരിക്കണം. ബി സ്ട്രോങ്, അത് തന്നെ കൃത്യമായിട്ട് പാലിക്കുക. സോ ഓൾ ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് വെയർ അഡിക്വേറ്റ് PPE. ആൻഡ് ഒരു കാര്യം, ഇൻ ഐസൊലേഷൻ വാർഡ് must wear gown, heavy duty gloves, boots, shoe cover, goggles, face shield and N95 mask. So in biomedical waste management ഇപ്പൊ നമുക്ക് വലിയ പാടൊന്നും ഇല്ല, എല്ലാം വളരെ എളുപ്പമാണ്. എല്ലാം ഡബിൾ കവർ, യെല്ലോ ഡബിൾ കവറിൽ നമ്മൾ ഇമേജ് വഴി ഈച്ച് ഡോഫിംഗ് ഈച്ച് യെല്ലോ ഡബിൾ കവർ ബാഗിലാണ് ഇടുന്നത്. അപ്പൊ യെല്ലോ ഡബിൾ കവർ ഓവർ ഫില്ലിംഗ് പാടില്ല. ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് എൻഷുർ ഓവർ ഫില്ലിംഗ് ഈസ് നോട്ട് ദെയർ ആൻഡ് കെട്ടി നമ്മൾ ഇമേജിലോട്ട് കളയുകയാണ്. ഇനി നമ്മൾ ഫുഡ് വേസ്റ്റ് എന്ത് ചെയ്യണം? ഐഡിയലി ഫുഡ് വേസ്റ്റ് നമ്മൾ കോവിഡ് സസ്പെക്ട്സ് അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് പേഷ്യൻസ് കഴിച്ച ഫുഡ് we can put it in 0.5% hypochlorite solution and discard. നമുക്ക് അങ്ങനെ ചെയ്യാം. ensure it's അത് ഒരു ഓപ്ഷൻ ആണ്. പിന്നെ നമ്മുടെ ലിനൻ എന്താണ് ചെയ്യേണ്ടത്? ഐഡിയലി ഇഫ് വി ഹാവ് യൂസ് എന്താണ് നമ്മള് disposable linen use ചെയ്താൽ well and good. If disposable linen is not we does not have disposable linen, നമ്മൾ ഉപയോഗിച്ച ലിനൻ തന്നെ 0.5% hypochlorite solution, we can dip it in 0.5% hypochlorite solution for 30 minutes to 1 hour and then we can wash. നമ്മൾ സാധാരണ ലിനൻ വാഷ് ചെയ്യും പോലെ വാഷ് ചെയ്യാം. So in COVID setup, ensure there is no mixing up of patients. COVID suspects non-COVID ആയിട്ട് there must not be any mixing up. നമുക്ക് എയർ കണ്ടീഷൻ റൂം നമുക്ക് വേണ്ട. We does not need any air conditioned room for COVID. കോവിഡിന് നമുക്ക് എയർ കണ്ടീഷൻ റൂം വേണ്ട. Ideally we need negative pressure rooms. അപ്പൊ നമുക്ക് നെഗറ്റീവ് പ്രഷർ റൂംസ് ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളത് കൊണ്ട് we need only well ventilated areas. Well ventilated areas എന്ന് പറഞ്ഞാൽ ഐഡിയലി ക്രോസ് വെന്റിലേഷൻ, അതായത് ഒരു ജനൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത വാതിൽ, അങ്ങനെ ക്രോസ് വെന്റിലേഷൻ ഉള്ള ഏരിയാസ് ആണ് ഏറ്റവും നല്ലത്. അപ്പൊ അവിടെ മിക്സിംഗ് അപ്പ് ഓഫ് എയർ കാണും, എയർ എക്സ്ചേഞ്ച് ഏറ്റവും കൂടുതൽ നടക്കും. എപ്പോഴും എയർ എക്സ്ചേഞ്ച് ഉള്ള റൂമിലാണ് വൈറസ് തിങ്ങി നിൽക്കാനുള്ള സാധ്യത കുറയും. സോ വൈറൽ ലോഡ് വിൽ ബി റെഡ്യൂസ്ഡ്. സോ ഇൻക്രീസ് എയർ സർക്കുലേഷൻ. അപ്പൊ നമ്മളിപ്പോ ഒരു ഏരിയയിൽ നമുക്ക് ജനലും വാതിലും അധികം ഇല്ല, വളരെ കുറച്ച് ജനലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹൈ എഫിഷ്യൻസി എക്സോസ്റ്റ് ഫാൻ വെക്കാം. ഹൈ എഫിഷ്യൻസി എക്സോസ്റ്റ് ഫാൻ വെക്കുമ്പോൾ ദേ വിൽ പുഷ് ഔട്ട് ആ ഒരു ഇപ്പൊ നമ്മളെ നമ്മളൊരു കോവിഡ് വാർഡ് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യാണ്, നമുക്ക് അവിടെ അധികം എയർ സർക്കുലേഷൻ ഇല്ല, നമ്മുടെ ചെറിയ ജനലുകളെ ഉള്ളൂ, വാതിൽ കുറച്ച് അകലെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നിശ്ചിത അളവ് വിട്ടിട്ട് നമുക്ക് അവിടെ നമുക്ക് ഹൈ എഫിഷ്യൻസി എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്യാം. എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ അകത്തുള്ള എയർ പുറത്തോട്ട് പോകും എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കും. അപ്പം വൈറൽ ലോഡ് ഇൻസൈഡ് ദ റൂം വിൽ ബി റെഡ്യൂസ്ഡ്.
ഇനി ഡോണിങ് ഏരിയ, സാമ്പിൾ കളക്ഷൻ ഏരിയ ആൻഡ് ഡോഫിംഗ് ഏരിയ, we don't need any AC rooms. We need only well ventilated areas. അപ്പൊ ഇവിടെ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി സാമ്പിൾ കളക്ഷൻ റൂമിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒന്നും വേണ്ട. വി നീഡ് ഓൺലി ഒരു 2 ചെയർ, അതായത് അപ്പോൾസറി വർക്ക് ഒന്നും ഇല്ലാത്ത 2 ചെയറോ 2 സ്റ്റൂളോ, ഒന്ന് ഡോക്ടറിന് ഇരിക്കാൻ ഒന്ന് പേഷ്യന്റ് ഇരിക്കാൻ, പിന്നെ നമുക്ക് സാമ്പിൾ എടുത്ത് വെക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതാനും ഈ പേപ്പറും എല്ലാം വെക്കാനും ഉള്ള ഒരു ടേബിൾ. ആ ടേബിളും ഈസിലി ക്ലീനബിൾ ആയിരിക്കണം. ആൻഡ് ദ പേഴ്സൺസ് ഹു ആർ ഇൻസൈഡ് ദ സാമ്പിൾ കളക്ഷൻ ഏരിയ മസ്റ്റ് ബി ഇൻ ഫുൾ PPE. അപ്പോ ദ പോയിന്റ്സ് ടു റിമെമ്പർ ഈസ്, ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ വെച്ച്, ഫസ്റ്റ് 1 കോണ്ടാക്ട് പ്രിക്വേഷൻ, ഫോമൈറ്റ്സ്, ഹാൻഡ് ഹൈജീൻ. ഇതിൽ ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, ഓർ വി ക്യാൻ യൂസ് ഹാൻഡ് സാനിറ്റൈസർ. ബെറ്റർ ഓപ്ഷൻ ഇസ് ഓൾവേസ് സോപ്പ് ആൻഡ് വാട്ടർ. സോപ്പിന്റെ ഒരു അംശം തൊടുമ്പോൾ തന്നെ കൊറോണ വൈറസിന്റെ പുറം ചട്ട ഇളകി പോവും. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് സോപ്പ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ. ഇത് എത്ര PPE ഇട്ടു, എത്ര എന്തെല്ലാം ചെയ്താലും ദ മേജർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഹാൻഡ് ഹൈജീൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ, മാസ്ക്. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോണ്ടാക്ട് പ്രിക്കോഷൻ ഫോർ we must have hand hygiene, social distancing, cleaning and disinfection. For droplet precaution we must have mask, social distancing and cleaning and disinfection. And airborne precaution, that is where airborne precaution occur, that is in aerosol generating procedures, we must have adequate PPE. To be more cautious, doffing area and cleaning with hypochlorite solution. ഏറ്റവും വളരെ ശ്രദ്ധിക്കാനുള്ള ഏരിയ ഡോഫിംഗ് ഏരിയ ആണ്. ഏറ്റവും വളരെയധികം ശ്രദ്ധിക്കാനുള്ളത് full surroundings must be cleaned with 1% hypochlorite solution. So thank you. I think you all എന്താണ്, it refreshed you. എല്ലാം അറിയാനുള്ള കാര്യം തന്നെയാണ്. So if any doubt you can ask me. Thank you so much. Thank you IAP, thank you IMA, thank you Praveen sir, Joy sir, Bennett sir.